വസന്തത്തിന്റെ വരവായി. നമ്മുടെ ടോട്ടോച്ചാന്റെ ടോമോ ഗക്വാനിലെ രണ്ടാമത്തെ വസന്തകാലമാണ്. അതായത് അവൾ ആ സ്കൂളിലെത്തി രണ്ടാമത്തെ വർഷമാണ്. ഈ അധ്യായത്തിന്റെ പേരാണ് വീണ്ടും വസന്തം. സ്കൂൾ മൈതാനത്തെ മരങ്ങളിലൊക്കെയും തളിരുകൾ പൊട്ടി. തിരക്കിട്ട് വിരിഞ്ഞ പൂക്കളെ കൊണ്ട് പൂച്ചെടികളും പുൽപ്പരവും ആകെ നിറഞ്ഞു. ക്രോക്കസുകളും കോളാമ്പി പൂക്കളും ബഹുവർണ്ണ പൂക്കളായ പാൻസികളും ഒന്നിനു പിറകെ ഒന്നായി തല പുറത്തേക്കിട്ട് ടോമോയിലെ കൊച്ചു കൂട്ടുകാരുടെ വിശേഷങ്ങൾ അന്വേഷിച്ചു. എന്തെല്ലാം കൂട്ടുകാരെ വിശേഷങ്ങൾ? സുഖമായിരിക്കുന്നോ? മൂരി നിവരുമ്പോഴെന്ന പോലെ ചീലാന്തി മരങ്ങൾ തങ്ങളുടെ ചില്ലകൾ ആകാശത്തേക്ക് നീട്ടി. പാകമെത്തിയ ചെറിയ നാമ്പുകൾ ഇളം കാറ്റുകളിൽ വിറ പൂണ്ടു നിന്നു. പൊട്ടി വിരിഞ്ഞ് നിറയാനുള്ള വെമ്പലോടെ. നല്ല അസല പ്രകൃതി, ഈ വസന്തത്തെ പ്രകൃതി സ്വീകരിക്കുന്ന ആ ഒരു വിവരണമാണ് ഈ ഒരു അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെയുള്ളത്. നീന്തൽക്കുളത്തോട് ചേർന്ന് കാണുന്ന ചതുരാകൃതിയിലുള്ള ഇടങ്ങിയ ജലശുദ്ധീകരണ അറയിലെ അന്തേവാസികളായ സ്വർണ്ണ മത്സ്യങ്ങൾക്കൊപ്പം കറുത്ത തുറുകണ്ണന്മാരും നീന്തി തുടിക്കാൻ തുടങ്ങി. എല്ലാം തിളക്കമാർന്നതും ശുദ്ധവും ചൈതന്യഭരിതവുമായ കാലം. അത് വസന്തർത്തു ആണ് എന്നത് ആരും പറയാതെ തന്നെ എല്ലാവർക്കും വ്യക്തമായിരുന്നു. അമ്മയുടെ വിരലിൽ തൂങ്ങി നമ്മുടെ കൊച്ചു ടോട്ടോ ആദ്യമായി ടോമോ ഗക്വാനിലെത്തിയത് കൃത്യം 1 വർഷം മുമ്പാണ്. ഓർമ്മയുണ്ടല്ലോ, അവൾ ആദ്യമായി വന്നതും അന്നത്തെ വളരുന്ന വാതിൽ. അവൾ ആദ്യം കാണുന്ന അതാണല്ലോ. തീവണ്ടി ക്ലാസ് മുറിയിലേക്കൊക്കെ എത്തും മുമ്പ് അവൾ ആദ്യം കാണുന്ന ഇരുവശത്തുമുള്ള വളരുന്ന വാതിലാണ്. അന്ന് അത് എത്രത്തോളം നമ്മുടെ ടോട്ടോച്ചാനെ അത്ഭുതപ്പെടുത്തുകയും സന്തോഷിപ്പിക്കുകയും ചെയ്തിരുന്നു. തീവണ്ടി പള്ളിക്കൂടം അവൾക്ക് ആകെ ഉൾപുളകം പകരുന്നതായിരുന്നുവല്ലോ. അന്ന് ആദ്യം കണ്ടപ്പോൾ തന്നെ അവൾ തുള്ളിച്ചാടിയതാണ്. ആ ആദ്യ ദിനത്തിൽ തന്നെ അവൾ മനസ്സിലാക്കി ഹെഡ് മാസ്റ്ററായ സൊസാക്കു കൊബായാഷി തന്റെ ചങ്ങാതിയാണ്, ഒരു മാസ്റ്റർ എന്നതിലുപരി തന്റെ അടുത്ത കൂട്ടുകാരനാണ് എന്ന്. ഇപ്പോൾ ആ ടോട്ടോച്ചാനും കൂട്ടുകാരും 2ാം സ്റ്റാൻഡേർഡിൽ എത്തിയിരിക്കുന്നു. അവർ നിറഞ്ഞാഹ്ലാദിച്ചു. പുത്തൻ കൂട്ടുകാരായ 1ാം തരത്തിലെ കുട്ടികളാകട്ടെ, ഇവർ 2ാം ക്ലാസ്സിലെത്തിയപ്പോൾ 1ാം തരത്തിൽ വന്ന കുട്ടികളുണ്ടല്ലോ, അവര് ഇവരുടെ പുതിയ കൂട്ടുകാരായി മാറി. പുതിയ കുട്ടികളോട് ടോട്ടോച്ചാനും കൂട്ടുകാരും 1 വർഷം മുമ്പ് ടോട്ടോച്ചാനും കൂട്ടുകാരും ചെയ്തതുപോലെ വിസ്മയത്തോടെ 1ാം ക്ലാസ്സിലെത്തിയ പുതിയ കുട്ടികളെല്ലാം കണ്ടുകൊണ്ടിരുന്നു. കഴിഞ്ഞ വർഷങ്ങളിൽ തങ്ങൾ ചെയ്ത കാര്യങ്ങൾ വീരസാഹസികതയോടെ പുതിയ കുട്ടികളോട് ഈ കുട്ടികൾ പറഞ്ഞുകൊണ്ടും ഇരുന്നു. ടോട്ടോച്ചാനെ സംബന്ധിച്ചിടത്തോളം സംഭവ ബഹുലമായിരുന്നു ഈ കഴിഞ്ഞ 1 വർഷം. ടോമോ ഗക്വാൻ എന്ന സ്കൂളിൽ ചേർന്നതിൽ പിന്നീട് ഓരോ പ്രഭാതത്തെയും അവൾ ആകാംക്ഷയോടെയാണ് കാത്തിരുന്നത്. രാത്രികളിൽ ഉറക്കം വന്ന് കണ്ണിൽ തൂങ്ങുന്നത് വരെ അവൾ അന്നേ ദിവസത്തെ സ്കൂളിലത്തെ വർത്തമാനങ്ങൾ പങ്കുവെക്കും. വീണ്ടും അടുത്ത പ്രഭാതം ഉണരുമ്പോൾ ഹായ്, ഇന്ന് സ്കൂളിൽ പോവാമല്ലോ എന്ന ചിന്തയോടെയാണ് കുട്ടി ഉണരുന്നത് തന്നെ. തെരുവ് പാട്ടുകാരെ അവൾക്ക് ഇപ്പോഴും ഇഷ്ടമാണ്. പക്ഷേ അതോടൊപ്പം തന്നെ മറ്റു പലതും ഇഷ്ടപ്പെടാൻ കൂടി അവൾ പഠിച്ചു കഴിഞ്ഞു. തനിക്ക് ചുറ്റുമുള്ള പല കാര്യങ്ങളും അവൾക്ക് ഇപ്പോൾ അറിവുമുണ്ട്, ഇഷ്ടവുമാണ്. നമ്മുടെ ടോട്ടോയെ പഴയ സ്കൂളിൽ നിന്ന് പുറത്താക്കിയത് ഓർമ്മയുണ്ടല്ലോ. ഒരു പൊതുശല്യം എന്നാണ് അവളെക്കുറിച്ച് ആ സ്കൂളിലെ ടീച്ചർ പറഞ്ഞത്. അങ്ങനെ ഒരു പൊതുശല്യം എന്ന പേരിൽ സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെട്ട ടോട്ടോച്ചാൻ വികൃതിക്കുട്ടി ടോമോയ്ക്ക് അനുയോജ്യമായ ഒരു മിടുക്കി വിദ്യാർത്ഥിനിയായി വളർന്നിരിക്കുകയാണ്. എന്നാൽ ടോമോയിലെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ചില രക്ഷകർത്താക്കൾക്കൊക്കെ ആശങ്കയുണ്ടായിരുന്നു. കാരണം സാധാരണ കണ്ടുവരുന്ന രീതിയിലുള്ള പഠിത്തമല്ല, സാധാരണ കണ്ടുവരുന്ന രീതിയിലുള്ള സിലബസ് അല്ല. ഏതെങ്കിലും സ്കൂളുകളിൽ കുട്ടികൾക്ക് സയൻസ് പഠിക്കണമെങ്കിൽ സയൻസ് പഠിക്കാം, ചരിത്രമാണ് പഠിക്കേണ്ടെങ്കിൽ അങ്ങനെയാവാം, അതല്ല ഭാഷയാണെങ്കിൽ അത്, കണക്കാണെങ്കിൽ അത്, അങ്ങനെ ഒരു രീതിയില്ലല്ലോ. വ്യക്തമായ ഒരു സിലബസും വ്യക്തമായ പാഠഭാഗങ്ങളും എഴുത്തും വായനയും ഒക്കെ ആയി പോകുന്ന പരമ്പരാഗത സമ്പ്രദായത്തിൽ നിന്ന് വേറിട്ട് ഇത് കാണുമ്പോൾ പല രക്ഷകർത്താക്കൾക്കും ആശങ്കയായിരുന്നു. ടോമോയിലെ രീതികൾ കണ്ട് നെറ്റി ചുളിച്ച് നിന്നുപോയ അധ്യാപകരോടൊപ്പം തന്നെ നെറ്റി ചുളിച്ച് നിന്നുപോയ മാതാപിതാക്കളും ഉണ്ടായിട്ടുണ്ട്. തങ്ങൾ പ്രത്യക്ഷത്തിൽ കണ്ട ചില കാര്യങ്ങളുടെ മാത്രം അടിസ്ഥാനത്തിൽ ഉപരിപ്ലവമായി കൊബായാഷി മാസ്റ്ററെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ സമീപിച്ച എല്ലാവരും ടീച്ചർമാരടക്കം സംശയാലുക്കളായിരുന്നു. ചില രക്ഷകർത്താക്കൾ 1 വർഷം പൂർത്തിയാകാൻ നോക്കിയിരിക്കുകയായിരുന്നു തങ്ങളുടെ കുട്ടിയെ മാറ്റി സാധാരണ സ്കൂളുകളിലേക്ക് അഡ്മിഷന് വേണ്ടി. 1 വർഷം പൂർത്തിയായപ്പോൾ
അവർ കുട്ടികളെ ഇവിടെ നിന്ന് മാറ്റി മറ്റെവിടെയെങ്കിലും ചേർക്കാനുള്ള തത്രപ്പാടിലായിരുന്നു. പക്ഷേ ടോമോയിൽ നിന്ന് പോകാൻ ഒരു കുട്ടി പോലും ഇഷ്ടപ്പെട്ടില്ല. അച്ഛനമ്മമാരുടെ സമ്മർദ്ദം കാരണം സ്കൂൾ വിടേണ്ടി വന്ന കുട്ടികൾ വിങ്ങി പൊട്ടിക്കരഞ്ഞു. കരഞ്ഞുകൊണ്ടാണ് എല്ലാവരും തന്നെ പോകേണ്ടി വന്നവരൊക്കെ പോയത്. ഭാഗ്യത്തിന് ടോട്ടോച്ചന്റെ ക്ലാസ്സിൽ നിന്ന് ആരും പിരിഞ്ഞു പോയില്ല. അതുകൊണ്ട് തന്നെ കൂട്ടുകാരെ പിരിയുന്ന വേദന അവൾക്കറിയേണ്ടിയും വന്നില്ല. 3-ാം ക്ലാസ്സിൽ നിന്ന് ഒരാൺകുട്ടി പോവുകയല്ല, അവനെ കൊണ്ടുപോയി. തന്റെ നിരാശയും പ്രതിഷേധവും പ്രകടിപ്പിക്കാനായി കൊബായാഷി മാസ്റ്ററുടെ മുതുകത്ത് മുഷ്ടി ചുരുട്ടി ഇടിക്കുമ്പോഴും മാസ്റ്ററെ ഒന്ന് ചവിട്ടുമ്പോഴും അവളുടെ കവിളിലൂടെ കണ്ണീരിന്റെ ചാലുകൾ ഒഴുകിക്കൊണ്ടേയിരുന്നു. നിലത്ത് കിടന്ന് മുട്ടിടിച്ച് അവന്റെ മുട്ടിലെ ചിരങ്ങുകളൊക്കെ പൊട്ടിപ്പോകുന്നിടം വരെ അവൻ കാലിട്ടടിച്ച് കരഞ്ഞുകൊണ്ടേയിരുന്നു. ഒപ്പം നമ്മുടെ കൊബായാഷി മാസ്റ്ററും കരഞ്ഞുപോയി. അദ്ദേഹത്തിന്റെ കണ്ണുകൾ കരഞ്ഞ് ചുവന്ന് കലങ്ങി. ഓരോ കുട്ടി സ്കൂളിൽ നിന്ന് പോകുമ്പോഴും മാഷ്ക്ക് ഹൃദയം പറഞ്ഞു പോകുന്ന വേദനയാണ് ഉണ്ടായത്. മാതാപിതാക്കൾ ടോമോയിൽ നിന്ന് കുട്ടികളെ എന്നേക്കുമായി കൊണ്ടുപോയപ്പോൾ കണ്ണിൽ നിന്ന് മറയുന്നിടം വരെ ആ കുഞ്ഞുങ്ങൾ തിരിഞ്ഞു നോക്കി കൈവീശിക്കൊണ്ടേയിരുന്നു. ദുഃഖകരമായ അത്തരം മുഹൂർത്തങ്ങൾ ഏതായാലും അധികമൊന്നും ഉണ്ടായില്ല. ഒരു 3-4 കുട്ടികളാണ് സ്കൂളിൽ നിന്ന് പിരിഞ്ഞു പോയത്. ടോട്ടോച്ചാൻ ഇപ്പോൾ 2-ാം ക്ലാസ്സിലായി. കൂടുതൽ ദൈനംദിന വിസ്മയങ്ങൾക്കായി, അത്ഭുതത്തിന്റെ ആനന്ദത്തിന്റെ നിമിഷങ്ങൾക്കായി അവൾ ഓരോ ദിവസവും കാത്തിരുന്നു. അപ്പോഴേക്കും ടോട്ടോച്ചാന്റെ സ്കൂൾ ബാഗ് അവളുടെ ചുമലിനോട് നന്നായി ഇണങ്ങിക്കഴിഞ്ഞിരുന്നു. ചെറിയ ക്ലാസ്സുകളില്, പിന്നീട് ഹൈസ്കൂളുകളിൽ, പിന്നെ കോളേജിൽ ഒക്കെ പഠിക്കുമ്പോൾ നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്ന കുട്ടികളെ പെട്ടെന്ന് കാണാതായിരിക്കുന്ന അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടല്ലോ. കൂടെ നിന്ന് പോയ കുട്ടികളുടെ അന്നത്തെ മുഖവും പേരും ഒക്കെ ഇപ്പോഴും ഓർമ്മയിൽ സൂക്ഷിക്കുന്ന ധാരാളം പേരുണ്ടാവും. നിങ്ങളുടെ ഓർമ്മയിൽ അങ്ങനെയുള്ള ഏതെങ്കിലും കുട്ടിക്കാലത്തെ ഒരു കുട്ടിയുടെ പേര് എഴുതൂ, നമുക്ക് നോക്കാമല്ലോ. ഞാനിത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്കും കോളേജ് കാലത്ത് പിരിഞ്ഞു പോയതും സ്കൂൾ കാലത്ത് ഒരു ദിവസം പൊടുന്നനെ കാണാതായ ഒരു കൂട്ടുകാരിയുടെയും ഒക്കെ മുഖം ഓർമ്മയിലേക്ക് വരുന്നുണ്ട്. ഏതായാലും നമുക്ക് അടുത്ത ദിവസം വീണ്ടും കേൾക്കാം.